ആ നമുക്കിന്ന് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നാണ് ഈ ഒരു ബ്രസ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കട്ട ആരാധകനാണ്. എല്ലാം നല്ല വർക്കാണ്, ഞങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടായിരുന്നു വന്നത്. ഞങ്ങൾ തൊടുപുഴയിൽ നിന്നാണ് വന്നത്. ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് വന്നത്. എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാറുണ്ടോ? ആ ശരിക്കും ശരി ഞാൻ പറഞ്ഞെന്ന പോലെയുള്ള പറയണേ. ഞാൻ ഞെട്ടിപ്പോയി. ഇത് ഇങ്ങനെ അതല്ലേ. അപ്പൊ നമ്മുടെ വീഡിയോസ് എപ്പോഴും കാണാറുണ്ട്. അപ്പൊ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഇത് കണ്ടിരുന്നു. അപ്പൊ നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നു. അതെ അല്ലേ. അപ്പൊ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ അതിൽ നിന്ന് മനസ്സിലായി, എന്നെ പോലെ ഐഡിയകളൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളെ തേടി നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലേക്ക് വരുന്നുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. അതുപോലെ തന്നെ കൊച്ചുമക്കളൊക്കെ നമ്മുടെ വീഡിയോസ് കണ്ട് അവരൊരു പുതിയത് വാങ്ങുന്ന കാറുകളിലേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അതൊക്കെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ചേട്ടൻ വന്ന വശം തന്നെ എന്നോട് പറഞ്ഞു, എൻ്റെ മോൻ എന്നും ഈ വീഡിയോ കാണാറുണ്ട്, നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ ചെയ്യണം, ഇന്ന പോലെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അത് ചെയ്യാം, ഒരു ദിവസം നമുക്ക് അങ്ങോട്ട് പോവാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇന്ന് ഇദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് വളരെ സന്തോഷം. നമ്മുടെ അടുത്തേക്ക് വർക്ക് വന്ന് തരുന്നതിലും ഉപരി നിങ്ങൾ നമ്മളിൽ അർപ്പിക്കുന്ന ആ ഒരു വിശ്വാസം വളരെ വലുതാണ്. അപ്പോൾ അതുപോലെ തന്നെ മാക്സിമം നമ്മൾ ആ ഒരു എന്താ പറയുക, ഇതിൽ ചെയ്യുന്ന വർക്കുകളോടുള്ള ആത്മാർത്ഥത നമ്മൾ മാക്സിമം നമ്മളതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം രാവിലെ നമ്മുടെ അടുത്തേക്ക് വന്നു. പറഞ്ഞ വർക്കുകളെല്ലാം നമ്മൾ ചെയ്തു തന്നില്ലേ? അപ്പോൾ ചെയ്ത വർക്കുകളൊക്കെ നമ്മൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തന്നു. എല്ലാം ക്യാമറകൾ, അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റ്, പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന റൂഫ് റെയിൽ, പിന്നെ നമ്മൾ ഫ്രണ്ടും ബാക്കും DVR ക്യാമറ. അപ്പോൾ ഒരുവിധം നമ്മുടെ ബ്രസീലിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ ഇവർ ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്ത വരവിലേക്ക് വേണ്ടി ഇവർ മാറ്റി വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള ഒരു ആക്സസറീസുകളെല്ലാം ഇനിയും വരും എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് ഇപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ അടുത്തേക്ക് വരുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇന്നും ഈ ഒരു വീഡിയോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ബ്രസ, അതുപോലെ പുതിയ വാഹനങ്ങൾ എടുത്തിരിക്കുന്നവർ, ആക്സസറീസുകളെല്ലാം ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളും അതിന് എത്ര രൂപ ചിലവ് വന്നു എന്നുള്ളതൊക്കെ ഇവർ തന്നെ നിങ്ങളടുത്ത് പറയും. അപ്പോൾ അത് ഞാൻ പറയുന്നതിൽ ഉപരി അവർ തന്നെ പറയുമ്പോൾ നിങ്ങൾക്കതൊരു വിശ്വാസമാവുമല്ലോ. നമ്മുടെ എത്ര രൂപയാണ് നമുക്ക് നമ്മുടെ ഷോപ്പിൽ ചിലവ് വന്നത്? മൊത്തം 19,000 രൂപ. 19,000 രൂപ. അപ്പോൾ 19,000 രൂപയ്ക്ക് ഒരു വാഹനത്തിലേക്ക് എന്തെല്ലാം ആക്സസറീസുകൾ ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ എന്തൊക്കെ ചെയ്തു? ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറ ചെയ്തു, പിന്നെ റൂഫ് റെയിൽ ചെയ്തു, ബാക്ക് ഹെഡ് റെസ്റ്റ് ചെയ്തു, പിന്നെ ഡോർ സിൽ ഗാർഡ് ചെയ്തു, പിന്നെ മറ്റേ സബ്ബൂഫർ വയറിങ് കൊണ്ടുവന്ന ഒരു സബ്ബൂഫറാണ്. അപ്പോൾ അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളും ഫിറ്റിങ്സ് എല്ലാം നമ്മൾ ചെയ്തു. പിന്നെ ആംബിയൻസ് ലൈറ്റ് നമ്മൾ ചെയ്തു. പിന്നെ ഡോർ ഗാർഡ് നമ്മൾ ഫിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന 2 ഹെഡ് റെസ്റ്റ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു. അപ്പോൾ അത്ര തന്നെയല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ വന്നിരിക്കുന്ന വില വിവരങ്ങൾ ഒരുപാട് പേര് നമ്മളോട് പറയുന്നൊരു കാര്യമാണ്, വില പറയുന്നില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ അതിൻ്റെ വിലകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ടാവും. നമ്മളിത് വലിയൊരു സെറ്റപ്പോട് കൂടി ചെയ്യുന്ന ഒരു ഷൂട്ടിങ് കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊരു ടൈം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്, വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വരെ. അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളിലെല്ലാം ഇവർ ഹാപ്പിയാണ് അല്ലേ? ഹാപ്പിയാണ്. അടിപൊളിയായിട്ടില്ലേ ചെയ്ത വർക്കുകളെല്ലാം? നന്നായിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്കിതിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണിച്ചു. നമ്മൾ പറയാത്തൊരു കാര്യം, ഈ ഒരു ഐറ്റം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് ബമ്പർ LED എന്ന് പറയും. ഈ ഒരു ഐറ്റം നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ബ്രസ വരുമ്പോൾ നിങ്ങൾക്കറിയാം, അതിൻ്റെ പിറകിലേക്ക് ബേസ് മോഡൽ വാഹനമാണെങ്കിൽ ഹെഡ് റെസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിതിലേക്ക് ഹെഡ് റെസ്റ്റ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അഡ്ജസ്റ്റബിൾ ടൈപ്പ് ഹെഡ് റെസ്റ്റ് ആണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത്. സാധാരണ വരുന്ന കമ്പനി വരുന്ന മോഡൽ തന്നെ ഹെഡ് റെസ്റ്റ് ആണ്. സാധാരണ ഒരു കവറാണ് കേട്ടോ നമ്മളിപ്പോൾ ഇതിന് ഇട്ടേക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിന് സീറ്റ് കവർ ഇദ്ദേഹം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ഒരു റെഡിമെയ്ഡ് കവറാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന രീതിയിലുള്ളതാണ്. നമ്മൾ സീറ്റ് കവർ അടിക്കുമ്പോൾ അതിന് മാച്ചായ രീതിയിൽ നമുക്ക് ഈ ഒരു കവറും നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിലേക്ക് ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് ഒരു ബ്ലൂ കളറിലുള്ള ആംബിയൻസ് ലൈറ്റാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഡോർസിൽ പ്ലേറ്റ് എന്ന് പറയുന്നത് ഇത് ഈ ഒരു ഐറ്റമാണ്. ബ്രസ്സാന്ന് എഴുതിയിട്ടുള്ള ഒരു ഡോർസിൽ പ്ലേറ്റ് കാര്യങ്ങളെല്ലാം നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തു. സ്ക്രാച്ച് വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളിത് ഒരു സിൽവർ പാറ്റേണിൽ ഒരു 2 ഹെഡ് റെസ്റ്റ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫ്രണ്ടിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ പറയാം, നമുക്ക് ഫ്രണ്ട് ബാക്ക് DVR സിസ്റ്റം. ഇതുപോലെ നമുക്ക് ഫ്രണ്ടിലേക്ക് ഒരു ക്യാമറയും പുറകിലേക്ക് വരുന്ന അതേ ഈ ഒരു ക്യാമറയും രണ്ടും ഗ്ലാസ്സിലാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത്. ഫ്രണ്ട് ഗ്ലാസ്സും ഒരു ക്യാമറയും അതുപോലെ തന്നെ ബാക്ക് ഗ്ലാസ്സിലേക്ക് ഒരു ക്യാമറയും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ക്യാമറയും നമുക്ക് ഒരേ സമയം റെക്കോർഡിംഗ് ആണ്, 2K റെസൊല്യൂഷനിലാണ് ഇതിൻ്റെ റെക്കോർഡിങ് കാര്യങ്ങളെല്ലാം വരുന്നത്. ഇവരുടെ മൊബൈലിൽ തന്നെ നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഒന്ന് എടുത്തേ മൊബൈലിൽ. ഓണല്ലേ വണ്ടി? അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് മൊബൈലിൽ ആ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് വ്യൂ അതുപോലെ തന്നെ ബാക്ക് വ്യൂ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിൽ ചെറിയൊരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്കത് ബാക്ക് ക്യാമറ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് ക്യാമറയും ഒരേ സമയം നമുക്ക് റെക്കോർഡിങ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. 2K റെസൊല്യൂഷനിലാണ്, നല്ല ക്ലാരിറ്റിയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1 ഇയറോളം നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കാര്യങ്ങളെല്ലാം ഈ ഒരു ഐറ്റത്തിനുണ്ട്. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം ബ്രസയുടെ തലയെടുപ്പെന്ന് തന്നെ പറയാം. പല വീഡിയോസിലും നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണ്. ബ്രസ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ അത് റൂഫ് റെയിൽ ഫിറ്റ് ചെയ്യാതെ പോകാത്തൊരു വാഹനം വളരെ ചുരുക്ക വാഹനങ്ങളിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. ബ്രസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂഫ് റെയിലാണ് അതിൻ്റെ ഒരു തലയെടുപ്പ് എന്ന് പറയുന്ന ഒരു ഐറ്റം. അപ്പോൾ അങ്ങനെ ഒരു ഐറ്റം നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സബ് മിറർ എന്ന് പറയും, ബ്ലൈൻഡ് സ്പോട്ട് മിറർ എന്ന് പറയും. ഡ്യുവലാണ് ഈ ഒരു മിറർ ഗ്ലാസ് വരുന്നത്. നമുക്ക് ഒരു ഗ്ലാസ് ടയറിലേക്കും ഒരു ഗ്ലാസ് നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടിലേക്കും തിരിച്ചു വയ്ക്കാം. നല്ല ഉപകാരമുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ട് മിറർ. കാഴ്ചയ്ക്ക് ഒരു ഭംഗി തന്നെ പറയാം. കൂടാതെ നമുക്ക് രണ്ട് ഉപയോഗം നമുക്ക് ഈ ഒരു മിററിൽ നടക്കും. റിവേഴ്സൊക്കെ എടുക്കുമ്പോൾ ടയർ എല്ലാത്തിനും സ്ലാബ് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ തട്ടുന്നുണ്ടോ എന്നുള്ളത് ഈ ഒരു മിററിലും, ഈ ഒരു ഭാഗം നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് മിററായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ വാഹനത്തിൻ്റെ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ കാഴ്ചയ്ക്ക് ഒരു ഭംഗി, അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വർക്കൊക്കെ പെട്ടെന്ന് ചെയ്തിട്ട് ഞങ്ങളെ ബെസ്റ്റ് സ്പീഡിൽ ഞങ്ങളെ വർക്ക് ചെയ്തത്. നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സബ് വൂഫറാണിത്. ഇത് നമ്മൾ കൃത്യമായിട്ട് വയറിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമുക്കത് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുത്തു. പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു ഡിവൈസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളത് ഫിറ്റ് ചെയ്ത് തരുമോ എന്നുള്ളൊരു കാര്യം. അതിനൊക്കെ വേണ്ടിയാണ് നമ്മളിത് കാണിക്കുന്നത്. ഇത് ഇദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ഒരു സബ് വൂഫറാണ്. അത് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾക്കും ഇതുപോലെ ബ്രസ ഉണ്ടെങ്കിൽ കാർട്ടിക് സാറേക്ക് പോകുന്നുള്ളൂ, അവർ അടിപൊളിയാക്കി തരും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ബ്രസയിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ. അപ്പോൾ ഇത്രയും ദൂരം നിന്ന് നമ്മുടെ അടുത്തേക്ക് വന്നു, നമ്മുടെ വർക്കുകളെല്ലാം ചെയ്തു. ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും? അപ്പോൾ നിങ്ങളിലെ മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താല്പര്യമുള്ളവരെ നമ്മളുമായി കോൺടാക്ട് ചെയ്യട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ. ഞങ്ങൾക്ക് വർക്കുകളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയും കുറച്ച് വർക്ക് കൂടിയും ബാക്കിയുണ്ട്. അതിന് ഞങ്ങൾ അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും.